പ്രിയപ്പെട്ടവരെ, 1800കളിലെ ജാക്ക് ദ റിപ്പറിൽ നിന്നും 2002കളിലെ സ്നിപ്പർ കില്ലിംഗ് മോഡലിലേക്ക് വരുമ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്ന BTK കില്ലേഴ്സിൽ നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മുടെ വരും തലമുറയിലെ കുട്ടികളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്കതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് പരിശോധിക്കാം. സാധാരണ സോഡിയാക് സീരിയൽ കില്ലേഴ്സ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, നമ്മുടെ ഈ മാധ്യമ വിചാരണകളിലൂടെ നമ്മൾ അഫാനെ കാണാതെ പോകുന്ന ഒരു മറുവശവും കൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നുന്നത്. ഒരു വ്യക്തി നിരന്തരമായി 2-3 പേരെയോ 4-ലധികം പേരെയോ നിശ്ചിത ഇടവേളയുടെ സമയം, അതായത് ഇമോഷണൽ കൂളിംഗ് ഓഫ് ടൈം എടുത്തുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ ഒരേ ശൈലിയിൽ തന്നെ ഇടയ്ക്ക് കുറച്ച് ടൈം എടുത്തുകൊണ്ട് കൊല്ലുന്നൊരു രീതിയാണ് സോഡിയാക് കില്ലേഴ്സിനുള്ളത്, സീരിയൽ കില്ലേഴ്സിനുള്ളത്. ഇങ്ങനെയുള്ള സീരിയൽ കില്ലിംഗ് ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടും അവരെ വഴി നയിക്കുന്നത് അല്ലെങ്കിൽ അവരതിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ്. അത് ചിലത് മാത്രമാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ചിലത് മാത്രമാണ് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. മെജോറിറ്റിയും ബിഹേവിയറൽ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് നിരന്തരമായ സാമൂഹികപരമായ ഇടപെടലുകൾ, ദേഷ്യം, ഡ്രഗ്സ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ഓഫ് കോഴ്സ് ഡ്രഗ്സ്, പിന്നെ സെക്ഷുവാലിറ്റി ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പെർവേഷൻസ്, അർഹിക്കപ്പെടാത്ത അംഗീകാരം കിട്ടാത്ത അവസ്ഥ, സോഷ്യൽ നൂയിസൻസിലൂടെ ഒരുപാട് തഴയപ്പെട്ടുന്ന അവസ്ഥ, സാമ്പത്തിക പരാധീനതകൾ തുടങ്ങി സീരിയൽ കില്ലേഴ്സിന് വളരെ എടുത്തു പറയുന്ന 8 മുതൽ 10 വരെ കാരണങ്ങളാണ് ഉള്ളത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI സീരിയൽ കില്ലേഴ്സിൽ നടത്തിയൊരു പഠനം അവരുടെ ബിഹേവിയറൽ അനാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റ് സീരിയൽ കില്ലിങ്ങിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ഇൻവെസ്റ്റിഗേറ്റേഴ്സിനായിട്ട് ഒരു വലിയ പഠനം അവർ നടത്തിയത് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അഫാൻ എന്ന കൊലയാളി ഇങ്ങനെയായി മാറി എന്നത്. ഒരു പക്ഷേ നന്നായി വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയാണ് സ്യൂഡോ എക്സ്പേർട്ടുകൾ ശരിക്കുമുള്ള അക്കാഡമിഷ്യൻസിനെയും ശരിക്കുമുള്ള ബിഹേവിയറൽ അനലിസ്റ്റുകളെയും അതിജീവിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തുകയും അത് ഒരു മാസ് മീഡിയയിലൂടെ ഒരു കോമൺ ലേമനിന് അവൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരുപാട് മുറിവുകൾക്ക് കാരണമാകുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ കില്ലിംഗ് എന്ത് എന്ന് മനസ്സിലാക്കണം എന്നുള്ളത് ഞാനിങ്ങനെ ഒരു വീഡിയോയിലൂടെ പറയാമെന്ന് ആഗ്രഹിച്ചതും. ഓരോ സീരിയൽ കില്ലറും അയാളുടെ ജനനം തൊട്ട് അയാളുടെ അഡോളസൻറ്റ് പീരീഡ് വരെ വന്നു നിൽക്കുന്ന വളർത്തിക്കൊണ്ടുവന്ന രീതി, വളർത്തുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നിരന്തരമായി നമ്മൾ കൊടുക്കുന്ന ഫീഡിംഗ് സിസ്റ്റം തുടങ്ങി, ഫീഡിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ബിഹേവിയറൽ ഫീഡിംഗ് സിസ്റ്റം, സോഷ്യൽ സെറ്റിങ്സ്, നമ്മുടെ പാരൻ്റൽ ബിഹേവിയർ, ആങ്കർ മാനേജ്മെൻറ്റ്, അയാൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ തുടങ്ങി പലതും ഒരു സോഡിയാക് കില്ലിങ്ങിൻ്റെ ഒരു ഉപാധിയായി അയാളുടെ കുട്ടിക്കാലം തൊട്ട് അയാൾ വളരുന്ന അഡോളസൻറ്റ് പീരീഡ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നത്. സീരിയൽ കില്ലേഴ്സ് നമ്മളൊക്കെ പറയുന്നത് പോലെ അതിക്രൂരന്മാരായിരിക്കണമെന്നില്ല. അവർ സാധാരണ ജീവിതം നയിക്കുന്നവർ തന്നെയായിരിക്കും. അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും. അവർ ലോൺലി മാറ്റേഴ്സിൽ നടക്കുന്ന ആളുകളല്ല, അവർ ക്രാക്കേഴ്സ് അല്ല, മാഡ് പീപ്പിൾ അല്ല. പകരം നമ്മളെപ്പോലെയൊക്കെ തന്നെ ഈ ജീവിതത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തവർ കൂടിയാണ്. അതുകൊണ്ടാണ് സീരിയൽ കില്ലിംഗ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ചെന്താമരയുണ്ട്, മൃദുവുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് മൂന്നാമതായി വന്ന വളരെ കൊടും ക്രൂര കൃത്യങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയാൻ കാരണവും അത് തന്നെയാണ്. അല്ലാതെ അമ്മ ഇങ്ങനെ, അച്ഛൻ ഇങ്ങനെ തുടങ്ങി ഇമോഷണൽ വൈകൃതങ്ങൾക്കകത്ത് നമ്മുടെ മാധ്യമങ്ങൾ എത്തപ്പെട്ടു പോകല്ലേ, അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.
ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഈ സീരിയൽ മർഡർ സിമ്പോസിയം ഇൻവെസ്റ്റിഗേറ്റേഴ്സിനായിട്ട് നടത്തിയ ഈ ഒരു വലിയ സിമ്പോസിയത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞത്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, സീരിയൽ കില്ലേഴ്സ് നമ്മൾ ഭയങ്കരമായി ഹീറോയിസം കൊടുക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അതിക്രൂരനാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പല തലക്കെട്ടുകളും പല ഹാഷ്ടാഗുകളും സീരിയൽ കില്ലിങ്ങിന് അന്വർത്ഥമാക്കും. കാരണം സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലൊരു ഹീറോയിസം നമ്മൾ കൊടുക്കുന്നതിലൂടെയോ വികാരപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനെ നമ്മൾ സാധൂകരിക്കുന്നതിലൂടെയോ അയ്യോ പാവം പറയുന്നതിലൂടെയോ, അതുമല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ സീറോ എക്സ്പേർട്ടുകൾ കൊടുക്കുന്ന വാക്കുകളോ സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വളരെ അപകടകരമായ രീതിയിൽ ലോ എൻഫോഴ്സ്മെൻറ്റിനെ ബാധിക്കുമെന്നത് ഒരു വലിയ കണ്ടെത്തലും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമാണ്.